ഇന്നലത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടിരുന്നോ? ഞാൻ ഇന്നലെ അത് പകുതിക്ക് വെച്ച് കട്ട് ചെയ്തു. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇന്നുള്ളത്. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് തന്നെ നമ്മുടെ വീഡിയോസിലൊക്കെ കാണണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. പിന്നെ അഡാറിൻ്റെ കാഴ്ചകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. നമ്മൾ പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് ഇനി വരുന്നതാണ്. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ഹായ്, ഞാൻ പൊന്നു, വെൽക്കം ടു അഡാർ കിച്ചൺ. ഇപ്പം കണ്ടുവരുന്ന ഒരു അസുഖമാണ് കോഴികൾ തീറ്റ എടുക്കാതെ മാറിയിരിക്കുക. അത് നമ്മൾ കണ്ണിൽ പെടില്ല. നമ്മൾ നോക്കുമ്പോൾ ഇത് തീറ്റ ഇന്ന് കൊത്തുന്നുണ്ട്, പക്ഷെ അത് കൊത്തത്തില്ല. അത് തീറ്റ എടുക്കത്തില്ല. കൊത്തുന്നുണ്ട്, തീറ്റ എടുക്കത്തില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിനായിട്ടുള്ള ഒരു അസുഖമാണത്. അത് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോഴികൾ ഇപ്പം 10 20 കോഴി അല്ല 50 കോഴിയൊക്കെ ആണെങ്കിൽ നമുക്കത് നമ്മുടെ കണ്ണെത്തും. പക്ഷെ എപ്പോഴും ഒന്നും നമ്മുടെ കണ്ണെത്തത്തില്ല. നമ്മളെപ്പോഴും കോഴിയെ നമ്മൾ കോഴി സ്നേഹിക്കുന്നവരായിട്ടായിരിക്കുമല്ലോ കോഴിയെ വളർത്തുന്നത്. ജസ്റ്റ് കോഴിയെ എടുത്തിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് നമ്മുടെ കൈ ഒന്ന് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൊടുമ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ഈ കൊക്ക് ഇങ്ങനെ വീർത്തിരിക്കുകയാണെങ്കിൽ അത് തീറ്റ എടുക്കുന്നുണ്ടെന്ന് അർത്ഥം. അങ്ങനെ നമുക്ക് പരമാവധി ഏതെങ്കിലും കോഴികൾ മാറി ഒരു ഉത്സാഹം ഇല്ലാതെ ഇരിക്കുവാണെങ്കിൽ ജസ്റ്റ് അതിനെ ഒന്ന് എടുത്തിട്ട് അവിടെ ഒന്ന് നോക്കുമ്പം അതങ്ങനെ ഒന്നുമില്ലാതെ ഒട്ടി ഇങ്ങനെ ആ തൊണ്ടയുടെ എല്ല് മാത്രമാണെങ്കിൽ അതിൻ്റെ അകത്ത് തീറ്റ എടുക്കുന്നില്ല, അതങ്ങ് മാറിയിരിക്കുന്നു, തീറ്റ എടുക്കാതെ മാറിയിരിക്കുകയാണ്. അന്നേരം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ കോഴിത്തീറ്റ ഒരു സിഫ്രാൻ 500 എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. അതൊരു ഗുളികയാണ്, സിഫ്രാൻ 500. അത് പൊടിച്ച് ലേശം 3-1 എന്നാണ് പറയുന്നത് ഒരു കോഴിക്ക്. അത്രയും വേണ്ട. ചിക്സ് ആകുമ്പം അതിൻ്റെ ലേശം വരും. ഒരു പിഞ്ച് എടുത്തിട്ട് ഒരു 5 ml അതൊന്ന് കലക്കിയിട്ട് ഈ തീറ്റയ്ക്കകത്ത് ഇളക്കുക. എന്നിട്ട് ഈ തീറ്റ അങ്ങ് കുഴച്ചിട്ട് ഇതിന് വാരി കൊടുക്കുക. ഓരോ ചെറിയ ബോൾ മുട്ടുപോലെ ഉരുട്ടിയിട്ട് അതിൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഹീമോഡെക്സ് എന്ന് പറയുന്നത് ഒരു 3-4 തുള്ളി വെച്ച്, ചിക്സിൻ്റെ കാര്യമാണ്. വലിയ കോഴിയാകുമ്പോൾ അത് 10 തുള്ളി കൊടുക്കണം. ചിക്സ് ആകുമ്പോൾ ഒരു 2-3 തുള്ളി മതിയായി. ഇതുകൂടെ കൊടുക്കുക. അങ്ങനെ 3 നേരം അതിന് ഫുഡ് കൊടുക്കുക. ചിലപ്പം ഒരു നേരം കൊടുക്കുമ്പോൾ തന്നെ അത് ആക്റ്റീവായിട്ട് പിന്നെ തീറ്റ എടുക്കാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ അങ്ങ് ഒരുപാട് സീരിയസ് ആയി കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം അതിന് ചിലപ്പോൾ 2-3 ദിവസം നമുക്കത് തീറ്റ നമ്മൾ തന്നെ ഫോഴ്സ് ചെയ്ത് തീറ്റ കൊടുക്കേണ്ടി വരും. അങ്ങനെ എൻ്റെ കണ്ണിൽ അങ്ങനെ ആദ്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെയുള്ള പ്രശ്നം. പിന്നീടാണ് ഇങ്ങനെ നമുക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, തീറ്റ എടുക്കാതിരിക്കുവാണെന്നും. അങ്ങനെ പല ഗ്രൂപ്പിലൂടെ നമുക്ക് കുറേ അറിവുകളൊക്കെ കിട്ടിയിട്ട് അങ്ങനെ ഞാൻ പരീക്ഷിച്ചപ്പോൾ ഇതൊക്കെ എൻ്റെ കുറേ കോഴികൾ അങ്ങനെ ഈ അസുഖം വന്ന് ചത്തുപോയിട്ടുണ്ട്. നമുക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് ഇങ്ങനെ നമുക്ക് പലരിൽ നിന്നും കോഴി വളർത്തൽ വർഷങ്ങൾ കൊണ്ട് ചെയ്യുന്നവരിൽ നിന്നും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ ചെയ്തപ്പോൾ എനിക്കിപ്പം അങ്ങനെ ഇപ്പം എൻ്റെ ഒരു കോഴികളും അങ്ങനെ ചാവാറില്ല. ഇങ്ങനെ ഈ കോഴികൾ കിടക്കുന്നതിൽ നിന്നിങ്ങനെ മാറി ഒരു ഉത്സാഹമില്ലാതെ ഇരിക്കുന്നതിനെ ഞാൻ തപ്പിപ്പറക്കി എടുത്ത് സെപ്പറേറ്റ് കൂടിലോട്ടാക്കിയിട്ട് അതിനെ ഞാനിങ്ങനെ സെപ്പറേറ്റ് ചികിത്സിച്ചാണ് ഇപ്പം എല്ലാം എൻ്റെ അസുഖം മാറാറുണ്ട്. ആ ഒരു അസുഖം. പിന്നെ വരുന്ന അസുഖം എന്ന് പറയുന്നത്, അത് കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഞാൻ കണ്ടിട്ടില്ല. ഒരു 2 മാസമൊക്കെ ആവുന്ന കോഴികൾക്ക് ഈ കണ്ണ് ഇങ്ങനെ വീർത്തിട്ട് അതിനകത്തൊരു വെള്ള ഇത് അടിയുന്ന ഒരു കണ്ണുദീനം വരുന്നുണ്ട്. അതിന് നമ്മൾ കൊടുക്കുന്നത് ഉള്ളത് മരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കിട്ടും. ഇപ്പം എൻ്റെ കയ്യിൽ അത് ഉണ്ട്, പക്ഷേ അതിൻ്റെ കൂടില്ല, അതിൻ്റെ പൊടിയേ ഉള്ളൂ. അതൊരു പൊടി മാതിരിയാണ് കിട്ടുന്നത്. അത് നമ്മൾ ഈ വെളിച്ചെണ്ണ ഒരു 3-4 ഡ്രോപ്പ് വെച്ചിട്ട് ഒരു ഇച്ചിരി ഈ ബോറിക് ആസിഡ് എടുത്തിട്ട് കലക്കിയിട്ട് നമ്മുടെ കോട്ടണിൽ മുക്കി ഈ കണ്ണ് ക്ലീൻ ചെയ്തിട്ട് അതിനകത്ത് വെള്ള ഒരു സ്റ്റാർച്ച് പോലെ ഇട്ട് അത് ഞെക്കി കളഞ്ഞിട്ട് ഈ ബോറിക് ആസിഡ് വരട്ടിയ ഈ കോട്ടൺ കൊണ്ട് നമ്മളിതങ്ങ് ക്ലീൻ ചെയ്തിട്ട് ഒരു ചാടിപ്പോകും ഇറങ്ങും അത് ക്ലീൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇളനീർക്കുഴമ്പില്ലേ, നമ്മുടെ കണ്ണിലൊക്കെ മനുഷ്യന്മാരുടെ കണ്ണിലൊഴിക്കുക ഇളനീർക്കുഴമ്പ് ഒരു തുള്ളി ഇറ്റിച്ചു കൊടുക്കുക. അന്നേരം 2 കണ്ണിലും പ്രശ്നം, ഒരു കണ്ണിലും ഉള്ളെങ്കിലും മറ്റേ കണ്ണിലും നമ്മളൊന്ന് കൊടുക്കുക. കാരണം പകരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് 2 കണ്ണും ക്ലീൻ ചെയ്തിട്ട് നമ്മൾ അത് കൊടുക്കുക. അതാണ് അസുഖം. ഇതാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ വരുന്നത് തൂങ്ങി നിൽക്കുക, പിന്നെ മൂക്കൊലിപ്പ്, തുമ്മൽ, അതിനുള്ള മരുന്നെന്ന് പറയുന്നത് ബയോട്രിൻ എന്ന് പറയുന്ന ഈ മരുന്നാണ്.
ബയോട്രി ഇതാണ്. അത് ഇപ്പം മൂക്കൊലിപ്പോ തുമ്മലോ ചുമയോ എല്ലാം കാണുവാണെങ്കിൽ അത് ഓരോ കോഴി ചെറിയ ചിക്സിനാണെങ്കിൽ 1000 എണ്ണം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു അര ഗുളിക, ചെറിയ ഒരു ആരംഭമൊക്കെ ഒറ്റയൊക്കെ തുമ്മുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി കൊടുത്താൽ മതി 1000 ചിക്സിന്. ഇതിന് വെയിറ്റ് അനുസരിച്ചാണ് ഗുളികയുടെ ആ ഒരു അളവും കൂടുന്നത്. അന്നേരം ഓരോ കോഴിക്ക് ഓരോ അളവിലാണ് നമ്മൾ ഈ ഗുളിക കൊടുക്കേണ്ടത്. ചെറിയ മൂക്കൊലിപ്പിന് തുമ്മലിന് അങ്ങനെയൊക്കെ ഇത് കൊടുത്താൽ മതി. പിന്നെ വലിയ ഇതാണെങ്കിൽ ഇതിൻ്റെ ഡോസേജ് കൂട്ടിയാൽ മതി. പിന്നെ ഉള്ളത് സെഫാലെക്സ് എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്കാണ്. ഇത് നമ്മൾ തിളപ്പിച്ചാർച്ച വെള്ളത്തിൽ ഒരു കോഴിക്കൊക്കെ ഉള്ളെങ്കിൽ ഒരു പിഞ്ചൊക്കെ മതിയായിരിക്കും. അതെല്ലാം തോനെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യുക. പിന്നെ അടുത്തുള്ള നമ്മുടെ മൃഗാശുപത്രിയിൽ പോയിട്ട് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഇതൊക്കെ ഉപയോഗിക്കുക. അത് കാരണം ഓരോ കോഴിയുടെ വെയിറ്റും പ്രായവും അനുസരിച്ചൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഡോസ് വരുന്നത്. എനിക്ക് ഇത്രയും കോഴികളുടെ അളവൊക്കെ അറിയാം, പക്ഷെ ഒന്നും ഒറ്റയുടെയും പറയാൻ എനിക്ക് അറിയില്ല. പിന്നുള്ളത് 1.5 മാസമാകുമ്പം ഞാൻ എൻ്റെ കോഴികൾക്കെല്ലാം വേറെ ഇളക്കും. ഇവിടെ 1.5 മാസം വരെ കിടക്കാറില്ല. നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരോട് നമ്മൾ സജസ്റ്റ് ചെയ്യും 1.5 മാസമാകുമ്പം 45 ദിവസമാകുമ്പം ഈ വേറെ ഇളക്കാൻ പറയും. അതിന് ഞങ്ങൾ പറയുന്ന ആൽബോമർ എന്ന് പറയുന്നത് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്ന എൻ്റെ വലിയ കോഴിക്കൊക്കെ ഞാൻ കൊടുക്കുന്നതാണ് ആൽബോമർ. എൻ്റെ മൃഗ ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള മരുന്നാണ്. ഞാൻ എനിക്ക് വരുന്ന കസ്റ്റമറോടും സംശയം ചോദിക്കുന്നവരോടും പറഞ്ഞു കൊടുക്കുന്നത്. ആൽബോമർ ഞാൻ വലിയ കുപ്പിയിൽ വാങ്ങിച്ചു വെച്ചാൽ ആദ്യം അങ്ങനെ എന്താ പറയുക പൊട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ലെന്ന് കരുതി ഞാൻ ചെറിയ അപ്പം ആവശ്യത്തിന് ഞാൻ ഇതുപോലെ ഒരെണ്ണം വാങ്ങിക്കുക, കൊടുക്കുക. ആൽബോമർ എന്നാണ് എൻ്റെ പേര്. അതും ഇതുപോലെ ഓരോ കോഴിക്ക് ഓരോ അളവാണ്. കുഞ്ഞു കോഴിക്കാകുമ്പം 100 കോഴിക്കാണെങ്കിൽ 35 ml കൊടുത്താൽ മതി. അങ്ങനെ 50 കോഴിയാകുമ്പോൾ അതിൻ്റെ പകുതി അങ്ങനെയാണ്. വലിയ കോഴിക്കാണെങ്കിൽ ഇപ്പം 2 കിലോ വെയിറ്റൊക്കെ വരുന്ന കോഴികൾക്ക് ഒരു 5 തുള്ളി 5 ml 5 ml വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഒരു കോഴിക്ക് കൊടുക്കാൻ. അത് വലിയ 6, 7, 8 മാസം പ്രായമുള്ള കോഴികൾക്ക് കൊടുക്കേണ്ട ഡോസേജാണ്. പിന്നെ നമ്മുടെ ഡോക്ടറിൻ്റെ അഭിപ്രായം കണക്കിലെടുത്ത് വേണം കൊടുക്കാൻ. എൻ്റെ വാക്കുകളിൽ കൊടുക്കരുത്. സെക്ഷനാണ് ഇതിൻ്റെ ഭാഗം എനിക്കറിയാവുന്ന ഓൾമോസ്റ്റ് എല്ലാം ഞാൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോഴിക്ക് കൊടുക്കുന്ന ഒരു സ്നാക്സ് എന്ന് വേണേൽ പറയാം. പട്ടാളപ്പുഴു എന്ന് പറയും. അത് നമ്മൾ ഇതുപോലെ ഇത് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സംഭവം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും വേസ്റ്റഡ് ആയിട്ടുള്ള പൈപ്പുകളും ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വീട്ടിലുള്ള എല്ലാ വേസ്റ്റുകളും ചോറിൻ്റെ വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ് എല്ലാം ഇടും. ഇതൊക്കെയാണ് പട്ടാളപ്പുഴുക്കൾ. ഇത് ഈ പൈപ്പിൽ കൂടെ ഇവിടെ പൈപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേ കൂടെ കയറി ഇതിലേ വന്ന് ഈ ചെറിയ ബക്കറ്റിൽ വന്ന് വീഴുന്നതാണ് ഇതിൻ്റെ പ്രോസസ്സ്. എന്നും എനിക്കൊരു 100 ഗ്രാം വെച്ച് വരാറുണ്ട്. ഇത് ഞാൻ ഒരു നേരം എൻ്റെ കോഴികൾക്ക്, എൻ്റെ വലിയ കോഴികൾക്ക് എൻ്റെ നാടൻ ഫീഡർ, സ്മോൾ ഫീഡർ കുഞ്ഞുങ്ങൾക്ക് മുതൽ വലിയ കോഴികൾക്ക് വരെ കൊടുക്കാൻ സ്മോൾ ഫീഡർ ഉണ്ട്. സ്മോൾ വാട്ടർ ഡ്രിങ്കർ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 135 ഹോൾസെയിൽ റേറ്റിന് തന്നെയാണ് കൊടുക്കുന്നത്. കടയിലൊക്കെ ഇതിന് 300-250 റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടുന്ന റേറ്റിൽ തന്നെയാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. പിന്നെ ഓട്ടോ ഡ്രിങ്കറിൻ്റെ റേറ്റ് 240 കടയിലൊക്കെ 350 ആദ്യമൊക്കെ ഞാൻ തുടങ്ങിയ സമയത്തൊക്കെ നമുക്ക് ഇതിൻ്റെ എവിടെയൊക്കെയുള്ള കടകളിൽ ചെന്ന് വാങ്ങിക്കുമ്പോൾ 350 ഞാൻ വാങ്ങിച്ചത്. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഒരു ലിങ്ക് കിട്ടി നമ്മൾ ഇതിൻ്റെ സംഭവം ഓർഡർ ചെയ്ത് വരുത്തിയപ്പോൾ നമുക്ക് ഇത്രയും റേറ്റ് വ്യത്യാസത്തിലാണ് കിട്ടുന്നതെന്ന് അന്നേരമാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഞങ്ങൾ ഇതിന് 240 കൊടുക്കുന്നത്. ഇനി ഫീഡറിൻ്റെ തന്നെ ലാർജ് ഉണ്ട്. ലാർജ് ഫീഡർ ഇതെല്ലാവർക്കും അറിയാമല്ലോ. വലിയ കോഴികൾക്ക്, കുഞ്ഞു കോഴിക്ക് അത്യാവശ്യമൊക്കെ ഒരു 10-20 ദിവസം മുതൽ തിന്നാവുന്നതാണ് ഇതിനകത്ത്. ലാർജ് ഫീഡർ ഇതിൻ്റെ റേറ്റ് 240 തന്നെയാണ്. പിന്നെ എഗ് ട്രേ ഉണ്ട്. എഗ്ഗൊക്കെ വെക്കുന്ന ട്രേ ഉണ്ട്. പിന്നെ നിബിൾ സിസ്റ്റം ഉണ്ട്. ഇത് കാണിക്കാം, വരും. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിബിൾ സിസ്റ്റമാണ്. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. നിബിൾ സിസ്റ്റം
ഇത് നമ്മൾ ഈ കോഴികൾ വെള്ളം കൊത്തി കുടിക്കുന്ന ഒരു സംഭവമാണ്. ഇത് 90 ഡിഗ്രിയാണ്. ഇത് 90 ഡിഗ്രി നമ്മൾ അറിയുന്നത് ഇത് അങ്ങോട്ട് ചുറ്റിനും ഇത് അനങ്ങില്ല. ഇങ്ങനെ ഇങ്ങനെ കൊത്തുമ്പോൾ വെള്ളം വരും. ഇത് കപ്പാണ്. പിന്നെ സാഡിലുണ്ട്. സാഡിലിനകത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് കൊത്തി കുടിക്കും. വേസ്റ്റ് കൂടുതൽ വരുന്ന വെള്ളം ഈ കപ്പിനകത്ത് വന്ന് ഇരിക്കും. അത് നിങ്ങൾ കൊത്തി കുടിക്കും. അങ്ങനെയാണ്. ഇതാണ് 90 ഡിഗ്രി. കാടകൾക്കാണ്. കാടകൾ തീരെ കുഞ്ഞുങ്ങളില്ല, അന്നേരം അവരെ എവിടെ നിന്ന് കുത്തിയാലും അതിന് വെള്ളം കിട്ടണം. അതാണ് 360 ഡിഗ്രി എന്ന് പറയുന്നത്. ഇത് എല്ലാ വശത്തോട്ടും ഇങ്ങനെ മൂവ് ആവും. അതാണ് 360 ഡിഗ്രി എന്ന് പറയുന്നത്. ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് കാടകൾക്കാണ്. കാടകൾക്ക്, കോഴിക്ക് ഉപയോഗിക്കാം. രണ്ടുപേർക്ക് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇത് 360 ഡിഗ്രിയുടെ നിപ്പിൾ സിസ്റ്റം. പിന്നെ നമുക്കുള്ളത് ബോക്സ് ആണ്. ഇതിൻ്റെ വില പറഞ്ഞില്ല. ഏതാണ് നമ്മുടെ 90 ഡിഗ്രിക്ക് ഒരു സെറ്റിന്, അതായത് കപ്പും ഇതിനും അതിൻ്റെ നിബിളിനും എല്ലാം കൂടെ 35 രൂപ. 360 ആണെങ്കിൽ 37 രൂപയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. വെളിയിലൊക്കെ വേറെ റേറ്റാണ്, ഇത് കൂടുതലാണ്. നമ്മൾ ഈ റേറ്റിനാണ് കൊടുക്കുന്നത്. ബോക്സ്. പിന്നെ നമുക്കുള്ളത് ബോക്സാണ്. ബോക്സിന് നമ്മൾ ഒരു ബോക്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1750 ഒരു ബോക്സിൻ്റെ റേറ്റ്. അപ്പോൾ ഇച്ചിരി നേരത്തെ ഇതിലും കുറച്ചായിരുന്നു, 1700 ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പം അതിൻ്റെ റേറ്റ് കൂടി. ഓരോ വട്ടം സ്റ്റോക്ക് വരുമ്പോൾ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അറിയില്ല എന്താണ് ഇപ്പോഴത്തെ റേറ്റാണ്. ഞാൻ പറയാൻ മറന്നുപോയ വേറൊരു കാര്യമുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ ഫാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രോയിലർ ഫാം. അത് 500 സ്ക്വയർ ഫീറ്റ്, 1000, അത് എത്രയാണോ അത് ആവശ്യം അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. അതിന്റെ മെറ്റൽ സാധനങ്ങൾ, ചെയിൻ ലിങ്ക്, പിന്നെ ഫീഡർ, എല്ലാ സാധനങ്ങളും നമ്മൾ ഇറക്കി കൊടുക്കും. പിന്നെ അതിന്റെ അതുപോലെ തന്നെ ബ്രോയിലറിന്റെ ചിക്സിനെ നമുക്ക് സപ്ലൈ ഉണ്ട്. വെൻകോബ് എന്ന് പറയുന്ന ഒരു ബ്രീഡുണ്ട്. നല്ല ഫാസ്റ്റ് ഗ്രോത്ത് ആണ്. പിന്നെ അത് ഓർഡർ അനുസരിച്ച് നമ്മൾ ചിക്സിനെ ഇറക്കി കൊടുക്കും. പിന്നെ നമ്മൾ കോഴിയുടെ റേറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. നമ്മുടെ കൈരളിയുടെ റേറ്റ് എന്ന് പറയുന്നത് ഒരു മാസം പ്രായമുള്ളതിന് 100 രൂപ, ഒരു പീസിന് 100 രൂപയാണ്. സാസോ, റെയിൻ റോസ്റ്റർ പോലുള്ളതിന് 100 രൂപയാണ്. പിന്നെ ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് നമ്മൾ അതനുസരിച്ച് നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും സംശയമുള്ളവര് നമ്പർ ഇതിൽ താഴെ കൊടുക്കുന്നതാണ്, അതിൽ കോണ്ടാക്ട് ചെയ്യാം. ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. അയ്യോ, ഇതിങ്ങനെ ഫിറ്റ് ചെയ്യുവാണ്. ഇതിങ്ങനെ അങ്ങനെയാണ്. മനസ്സിലായല്ലോ. കൊത്തി കുടിക്കും. ട്രൈ ഒന്ന് പരീക്ഷണമാണ്. 10 മുട്ട വെച്ചതാണ്. എനിക്ക് 7 പേരെ കിട്ടി. ഇതിലെ ഒരു സുന്ദരൻ താറാവ് കൊണ്ട് അതിൻ്റെ ഇടയിൽ ഇറങ്ങി കൊണ്ട് തട്ട് തിന്നുന്നു അവരുടെ തീറ്റ.